കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പേ അറിയാവുന്നൊരു മേബിൾ സെബാസ്റ്റ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മേബിൾ വർഗീസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ലിൻഡുവിൻ്റെ വരുമാനം കണ്ടിട്ടാണ് മേബിൾ വന്നതെന്ന്. ലിൻഡു എങ്ങനെ വന്നതെന്നറിയാമോ? എൻ്റെ വരുമാനം കണ്ടിട്ടാണ് ലിൻഡു വന്നത്. മനസ്സിലായ? ഇതാണ് ഇവിടെ. കാരണം ഇവിടെ ഓരോരുത്തരും വരുന്നത് മറ്റുള്ളവരുടെ വരുമാനം കണ്ടിട്ടാണ് വരുന്നത്. അപ്പം ഞാനിവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ജസ്പേഡി വന്നത്. ഞാൻ തുടക്കം വന്നത് ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി വന്നതാണ്. ഒരു ട്രെയിൻ, ഇപ്പോഴും ഞാനൊരു ട്രെയിനിയാണ് കേട്ടോ. അതായത് ഈ വരുന്ന ജൂലൈ 13-ാം തീയതി 5 വർഷം എൻ്റെ കോഴ്സ് ഇവിടുന്ന് തീരും. ഈ 5 വർഷം കോഴ്സ് തീരുമ്പം ഞാൻ ജസ്പേഡിയിൽ നിന്ന് എൻ്റെ സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേടിയ പൈസയിൽ കുറച്ച് പൈസ മുഴുവനല്ല കേട്ടോ, ഒരു 2 കോടി രൂപ തിരിച്ചങ്ങോട്ട് കൊടുക്കും. എങ്ങനെയുണ്ട്? സ്റ്റൈഫൻഡാന്ന് ഓർക്കണം. എൻ്റെ വരുമാനം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമാണ് എൻ്റെ കോഴ്സ്. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ MD എടുത്ത് ഞാൻ ജോയിൻ ചെയ്തത്. ഒരു സ്റ്റൈഫൻഡ് അതായത് കോഴ്സായിട്ട് ഏറ്റെടുത്തു. എന്തായാലും ഇപ്പം നമ്മൾ കുറച്ച് ടെസ്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അന്ന് ഇത് വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ 5 വർഷത്തിന് മുമ്പേ ഈ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മതി. ശരിയല്ല സാറേ? ഓക്കെ. എന്തായാലും ഇവിടെ നമ്മൾ പറഞ്ഞു പർപ്പസ് ക്ലാരിറ്റി ടെസ്റ്റ്. അപ്പോൾ അതായത് നമുക്ക് എന്തിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ ഒരു പർപ്പസിലൂടെ തന്നെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഒന്ന് ഫേമസ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ടൈലറായിരുന്നു. ഒരു ടൈലർ ആയിക്കൊണ്ട് ഇന്ന് ഇത്രയും വലിയൊരു ടീമിനെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെന്നെ അറിയുമോ? സത്യത്തിൽ ഇന്ന് ജസ്പേഡി വന്നതുകൊണ്ട് ഇന്ന് എവിടെ അല്ലേ ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു പദവിയല്ലേ? ഒരു തയ്യക്കാരനായിരുന്നേ അതിലായിരുന്നെങ്കിൽ കുറച്ച് പേരെ മാത്രം അറിയാം. അതും വെറും തയ്യക്കാരനല്ല, അണ്ടർവെയർ സ്പെഷ്യലിസ്റ്റ്. അതും കൂടെ പറയാം. അത് കഴിഞ്ഞ ദിവസം സാറിന് അറിയത്തില്ല, പണ്ടുള്ള ആൾക്കാർക്ക് അണ്ടർവെയർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതാ ഈ ഇപ്പോഴത്തെ ജെട്ടിയൊക്കെ വരുന്നതിന് മുമ്പ് അണ്ടർവെയർ ആയിരുന്നു അല്ലേ? ഇങ്ങനെ കോതൊക്കെ വെച്ച് ഇതൊന്നും അറിയത്തില്ല, സാറിന് അറിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറയുകയുണ്ടായി. അപ്പോഴാണ് സാറ് മനസ്സിലായത്. അപ്പോൾ അവിടെ ഞാൻ ഫേമസ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില ആൾക്കാർ വായും പൊളിച്ചു നോക്കി ഇതെന്താ സാധനം, അവർക്ക് അറിയില്ല, ഇത് ഉപയോഗിക്കത്തില്ല, അറിയുന്നുള്ളൂ. അതെ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇവിടെ നമുക്ക് ക്രെഡിബിലിറ്റി, വിശ്വസ്തരായിരിക്കുക. വിശ്വസ്തതയിലൂടെ നമ്മൾ എന്തിനെ ഏറ്റെടുക്കുന്നോ അവിടെ നമുക്ക് സക്സസ് ആകാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് പിടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ മുമ്പേ മേബിൾ പറഞ്ഞ പോലെ തന്നെ ഈ കൈകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സക്സസ് ആകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വിഷയമൊന്നുമല്ല. ആർക്കാണോ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കിവിടെ വിജയിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നം അത് ജീവവായുവിൻ്റെ വിലയുള്ളതായിരിക്കണമെന്ന് മാത്രം ഒറ്റ കാര്യമുള്ളൂ. അതിന് ജീവവായുവിൻ്റെ വിലയുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട് സക്സസ് ആകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഫേമസ് ആകാൻ പറ്റും. ഇനി ഉള്ള സമയത്ത് ഓരോ ജസ്പേഡിയൻസും ഓരോ ട്രൂ ജസ്പേഡിയൻസ് ആയിക്കൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം കോട്ടേജൊക്കെ തീരാറായി കേട്ടോ. കണ്ടോ? ഇനി കുറച്ചുള്ള 10 കോട്ടേജൊക്കെ ഓരോരുത്തർ വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ കോട്ടേജ് തീരാൻ പോവാണ്. ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി ഫേമസ് ആകണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? ഇത് എത്രയും പെട്ടെന്ന് അടിച്ചു കയറി ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് 100 വില്ലയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അതിലെ എത്രയും പെട്ടെന്ന് കയറി വരുന്നവർക്ക് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് അവിടെ. ഇത് പാലിച്ചുകൊണ്ട്, കമ്പനിയുടെ കോർ വാല്യൂ പാലിച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന്